സി പ്രോഗ്രാമിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ 10ാമത്തെ സെഷനാണ്. നമ്മൾ കഴിഞ്ഞ 2 സെഷനുകളിൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണെന്നുള്ളത് ഒന്നും കൂടെ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. നമുക്ക് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് സിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഇതിനകത്ത് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, അസൈൻമെന്റ് ഓപ്പറേറ്റേഴ്സ്, ഈ 3 ഓപ്പറേറ്റേഴ്സും കഴിഞ്ഞ 2 സെഷനുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ലോജിക്കൽ ഓപ്പറേറ്റർ നമ്മൾ ആൻഡ് ആണ്. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിന്റെ സിമ്പൽ എന്ന് പറയുന്നത് ഡബിൾ ആംബർസെന്റ് ആണ്. 2 ആംബർസെന്റ് സിമ്പൽ ആണ് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിന്റെ സിമ്പൽ. ഇനി നമ്മൾ ലോജിക്കൽ ആൻഡ് ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എക്സാമ്പിളുകളിലൂടെ നോക്കാം. ഇവിടെ നമ്മൾ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റു വാല്യൂ ഈസ് ഇക്വൽ ടു 23, വാല്യൂ 2 ഈസ് ഇക്വൽ ടു 56, വാല്യൂ 3 ഈസ് ഇക്വൽ ടു 78 ആൻഡ് വാല്യൂ 4 ഈസ് ഇക്വൽ ടു 64. 4 ഇന്റിജർ ടൈപ്പ് വാല്യൂസ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വാല്യൂ 2 ലെസ് ദാൻ വാല്യൂ 1 ആൻഡ് വാല്യൂ 3 ലെസ് ദാൻ വാല്യൂ 4 ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ എഴുതുകയാണ്. അപ്പൊ നമുക്കറിയാം വാല്യൂ 3 എന്ന് പറയുന്നത് 78 ആണ്, വാല്യൂ 4 എന്ന് പറയുന്നത് 64 ആണ്. അതേപോലെ തന്നെ വാല്യൂ 2 എന്ന് പറയുന്നത് 56ഉം വാല്യൂ 1 എന്ന് പറയുന്നത് 23 ആണ്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ നമുക്ക് നോക്കാം. 78 ലെസ് ദാൻ 64 അത് ഫാൾസ് ആണ്. അതേപോലെ തന്നെ 56 ലെസ് ദാൻ 23 അതും ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. അതായത് ഈ 2 കണ്ടീഷനും ഫെയിലിയർ ആണ്. 2 കണ്ടീഷനും ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും 0 ആയിരിക്കും റിട്ടേൺ ആവുക, ഇവിടെയും 0 ആയിരിക്കും. സോ ഫാൾസ് ഈസ് ഈക്വൽ ടു 0. ഇനി അടുത്ത കോമ്പിനേഷൻ ഓഫ് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. സെയിം ഡേറ്റാസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. ഇനി ഇവിടെ വാല്യൂ 2 ലെസ് ദാൻ വാല്യൂ 1 ആൻഡ് വാല്യൂ 4 ലെസ് ദാൻ വാല്യൂ 3. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 64 ലെസ് ദാൻ 78ഉം 56 ലെസ് ദാൻ 23. അപ്പം നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ 64 ലെസ് ദാൻ 78 നമുക്കറിയാം അത് ട്രൂ ആണ് എന്നുള്ളത്. രണ്ടാമത്തെ കണ്ടീഷനോ 56 ലെസ് ദാൻ 23 എന്ന് പറയുന്നത് ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എന്താണ് വരുന്നതെന്ന് നോക്കാം. റിസൾട്ട് ഫാൾസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിൽ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമുക്ക് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിന്റെ ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് ആയിരിക്കും, അതായത് 0 ആയിരിക്കും. അടുത്ത കോമ്പിനേഷനും കൂടെ നമുക്കൊന്ന് നോക്കാം. സെയിം വാല്യൂസ്. അപ്പൊ വാല്യൂ 1 ലെസ് ദാൻ വാല്യൂ 2 ആൻഡ് വാല്യൂ 3 ലെസ് ദാൻ വാല്യൂ 4, അതായത് 78 ലെസ് ദാൻ 64, 23 ലെസ് ദാൻ 56. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ കണ്ടീഷൻ ഫാൾസും രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂവും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ പോകുന്നത് റിസൾട്ട് ഈസ് ഫാൾസ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാം either one condition ഫാൾസ് ആണെങ്കിൽ we will be getting false as output. അടുത്ത കോമ്പിനേഷൻ that will be the last combination. സെയിം ഡേറ്റാസ് എടുത്തു. വാല്യൂ 1 ലെസ് ദാൻ വാല്യൂ 2ഉം വാല്യൂ 4 ലെസ് ദാൻ വാല്യൂ 3ഉം നമ്മൾ എടുത്തിരിക്കുകയാണ്. 64 ലെസ് ദാൻ 78ഉം 23 ലെസ് ദാൻ 56ഉം നമുക്കറിയാം ഇത് ട്രൂ ആണ്, അടുത്തതും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ ദി റിസൾട്ട് ഈസ് ട്രൂ. ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? 2 കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ട്രൂ എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നത്, അതായത് 1 എന്നുള്ളത് നമുക്ക് കിട്ടുക. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടും ഫാൾസ് ആയിരിക്കും. പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് ലോജിക്കൽ ഓർ ഓപ്പറേഷൻ ആണ്. ലോജിക്കൽ ഓർ ഓപ്പറേഷനും നമ്മൾ സെയിം വാല്യൂസ് തന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അടുത്തത് നമ്മൾ ഇതേ കണ്ടീഷൻസ് തന്നെ കൊടുക്കുകയാണ്. വാല്യൂ 2 ലെസ് ദാൻ വാല്യൂ 1 ഓർ വാല്യൂ 3 ലെസ് ദാൻ വാല്യൂ 4. അപ്പൊ 78 ലെസ് ദാൻ 64, അതുപോലെ തന്നെ 56 ലെസ് ദാൻ 23. ആദ്യത്തെ കണ്ടീഷൻ ഫാൾസ് ആണ്, രണ്ടാമത്തെ കണ്ടീഷനും ഫാൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് ഫാൾസ്. അതായത് ഫസ്റ്റ് കണ്ടീഷനും സെക്കൻഡ് കണ്ടീഷനും നമുക്ക് ഫാൾസ് ആണ്. സോ ദി റിസൾട്ട് ഈസ് ഫാൾസ്. ഇനി അടുത്ത കോമ്പിനേഷൻ നമുക്ക് നോക്കാം. സെയിം വാല്യൂസ്
കണ്ടീഷൻ ഇവിടെ വാല്യൂ 2 ലെസ് ദാൻ വാല്യൂ 1 ഓർ വാല്യൂ 4 ലെസ് ദാൻ വാല്യൂ 3. അപ്പം ആദ്യത്തെ കണ്ടീഷനിൽ 64 ലെസ് ദാൻ 78, രണ്ടാമത്തെ കണ്ടീഷൻ 56 ലെസ് ദാൻ 23. നമുക്ക് ഇതറിയാം, ഇത് ട്രൂ ആണ്. ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണ്, രണ്ടാമത്തെ കണ്ടീഷനോ അത് ഫാൾസ് ആണ്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം, ട്രൂ. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ട്രൂ കിട്ടും. അടുത്ത കോമ്പിനേഷൻ നമുക്ക് നോക്കാം. സെയിം വാല്യൂസ് തന്നെ കൊടുക്കുകയാണ്. കണ്ടീഷനകത്ത് ചെറിയ മാറ്റം വരുത്തി വാല്യൂ 1 ലെസ് ദാൻ വാല്യൂ 2 ഓർ വാല്യൂ 3 ലെസ് ദാൻ വാല്യൂ 4. അതായത് 78 ലെസ് ദാൻ 64 ആൻഡ് 23 ലെസ് ദാൻ 56. ആദ്യത്തെ കണ്ടീഷൻ ഫാൾസ്, രണ്ടാമത്തെ കണ്ടീഷൻ ട്രൂ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ട്രൂ ആണ്. അപ്പൊ ലാസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ളതും കൂടെ നമുക്ക് നോക്കാം. സെയിം ഡേറ്റാസ് കൊടുത്തു. വാല്യൂ 1 ലെസ് ദാൻ വാല്യൂ 2 ഓർ വാല്യൂ 4 ലെസ് ദാൻ വാല്യൂ 3. 64 ലെസ് ദാൻ 78 23 ലെസ് ദാൻ 56. രണ്ട് കണ്ടീഷൻസും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ട്രൂ ആണ്. അപ്പൊ ലോജിക്കൽ ഓർ ഓപ്പറേറ്ററും ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററും തമ്മിലുള്ള വ്യത്യാസം ഒന്നും കൂടെ ഒന്ന് ഓർക്കുക. ലോജിക്കൽ ഓർ ഓപ്പറേറ്ററിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ട്രൂ ആയിരിക്കും. ലോജിക്കൽ ആൻഡ് ഓപ്പറേഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ഫാൾസ് ആയിരിക്കും. അപ്പൊ ഇനി അടുത്തത് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ലോജിക്കൽ നോട്ട് ഓപ്പറേറ്ററിന് നമ്മൾ പഴയ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ലോജിക്കൽ ഓർ ഓപ്പറേറ്ററിന്റെ ലാസ്റ്റ് എക്സ്പ്രഷനും കൂടെ എടുത്തിരിക്കുകയാണ്. അതായത് ഇന്നർ ബ്രാക്കറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വാല്യൂ 4 ലെസ് ദാൻ വാല്യൂ 3, അതായത് 64 ലെസ് ദാൻ 78. അതേപോലെ തന്നെ വാല്യൂ 1 ലെസ് ദാൻ വാല്യൂ 2, അതായത് 23 ലെസ് ദാൻ 56. അപ്പം ആദ്യത്തെ കണ്ടീഷൻ നമുക്കറിയാം ട്രൂ ആണ്, രണ്ടാമത്തെ കണ്ടീഷനും നമുക്കറിയാം ട്രൂ ആണ്. അപ്പൊ നാച്ചുറലി ഇന്നർ ലോജിക്കൽ ഓർ അനുസരിച്ചിട്ട് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ട്രൂ ആണ്. സോ അത് കിട്ടി. ഇനിയാണ് നമ്മളുടെ ട്വിസ്റ്റ്. ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ ആക്ച്വലി അവിടെ ഉള്ളത് അതിന്റെ എക്സാക്ട് റിവേഴ്സ് ആക്കുക എന്നുള്ളതാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്ററിന്റെ ജോലി. അതായത് കോംപ്ലിമെന്റ്. ഇറ്റ് മീൻസ് ട്രൂ ആണെങ്കിൽ അത് ഫാൾസ് ആക്കും, ഫാൾസ് ആണെങ്കിൽ അത് ട്രൂ ആക്കും. ബൈനറിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 1 ആണെങ്കിൽ അത് 0 ആക്കും, 0 ആണെങ്കിൽ അത് 1 ആക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് ആക്ച്വൽ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടാൻ പോകുന്നത്, ഈ ട്രൂവിന്റെ കോംപ്ലിമെന്റ്. അതായത് ട്രൂവിനെ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്, ഫാൾസ്. അതാണ് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്ററിന്റെ ജോലി. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പൊ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്ററിനകത്ത് ഡബിൾ ആംബർസെന്റ് സിമ്പിൾ ആയിരുന്നെങ്കിൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്ററിൽ സിംഗിൾ ആംബർസെന്റ് സിമ്പിൾ ആണ്. അതാണ് ആദ്യത്തെ മാറ്റം. ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ ട്രൂ ഓർ ഫാൾസ് ആണ് നോക്കിയതെങ്കിൽ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്താണ് നോക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇൻറ്റു വാല്യൂ 1 = 23 ഇൻറ്റു വാല്യൂ 2 = 56 എഴുതി. ഇനി നമ്മള് വാല്യൂ 1 ആൻഡ് വാല്യൂ 2 എന്ന് എഴുതുവാണ്. അപ്പൊ വാല്യൂ 1 എന്താണ്, 23, വാല്യൂ 2 എന്ന് പറയുന്നത് 56. അപ്പൊ 23 ആൻഡ് 56. 23യുടെ ബൈനറി എന്ന് പറയുന്നത് 01011 എന്നുള്ളതാണ്. 56ന്റെ ബൈനറി എന്ന് പറയുന്നത് 111000 ആണ്. അപ്പൊ ലോജിക്കൽ ആൻഡ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്ററിന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നടക്കുന്നത്. ആൻഡ് ഓപ്പറേറ്ററിന്റെ ട്രൂത്ത് ടേബിൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 0.0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1.0 0 ആയിരിക്കും. 0.1 എന്ന് പറയുന്നതും 0 ആയിരിക്കും. 1.1 മാത്രമായിരിക്കും നമുക്ക് 1. അതായത് രണ്ടും 1 ആണെങ്കിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അതർവൈസ് വി വിൽ ബി ഗെറ്റിംഗ് 0. അപ്പൊ ഇവിടെ ഞാനിപ്പോ പറഞ്ഞ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണെങ്കിൽ ആദ്യത്തെ 1ഉം രണ്ടാമത്തെ 0യും അത് വെച്ചിട്ട് ഞാനിവിടെ റിസൾട്ടും കൂടെ ഒന്ന് എഴുതിക്കോട്ടെ. അപ്പം 1 and 0 എന്ന് പറയുന്നത് 0 കിട്ടി. അടുത്ത 1 and 0 എന്ന് പറയുന്നത് 0 ആണ്. അടുത്ത 1 and 0 എന്ന് പറയുന്നത് 0 ആണ്. 0 and 1 നമുക്ക് 0 കിട്ടി. ഈ 1 and 1 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ 1 കിട്ടി. 1 and 0 നമുക്ക് വീണ്ടും 0 കിട്ടി. സോ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്
10000 എന്നുള്ളതാണ്. അതിന്റെ ഡെസിമൽ ഈക്വലന്റ് എന്ന് പറയുന്നത് 16 ആണ്. ഇതാണ് ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് ശരിക്കും ഒരു 0 കൂടെ എഴുതാനുണ്ട്. അതാണ് അവിടെ മിസ്സിംഗ്. 01 ഇവിടെ ശരിക്കും ഒരു 0 കൂടെ എഴുതാനുണ്ട്. 01 എന്നുള്ളത് അതിന്റെ മിസ്സിംഗ് ആണ്. 0100 എഴുതുമ്പോഴത്തേക്ക് 16 ആണ് ഡെസിമൽ വാല്യൂ. ഇതാണ് ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷനിൽ നടക്കുന്നത്. ഓരോ ബിറ്റ് പ്രോസസ്സ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ബിറ്റ് വൈസ് ഓർ ഓപ്പറേറ്റർ, സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. 23 and 56. അപ്പൊ വാല്യൂ 1 ഓർ വാല്യൂ 2. 23 ഓർ 56. 23യുടെ ബൈനറി നമുക്കറിയാം, അത് നമ്മൾ എഴുതി. 56ന്റെ ബൈനറി നമ്മൾ എഴുതുവാണ്. ഇനി ഓർ ഓപ്പറേറ്ററിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് 0 plus 0 is 0, 1 plus 0 is equal to 1, 0 plus 1 is equal to 1, 1 plus 1 is equal to 1. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിക്കാം. 1 plus 0 is equal to 1, 1 plus 0 is equal to 1, 1 plus 0 is equal to 1, 0 plus 1 is equal to 1, 1 plus 1 is equal to 1, 0 plus 1 is equal to 1. എല്ലാം 1 ആണ്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 16 അല്ല 63 ആണ്. അതൊരു ചെറിയ മിസ്റ്റേക്ക് അവിടെ പറ്റിയതാണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് ഓർ ടേബിളിന്റെ ഓറിന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓറിന്റെ ട്രൂത്ത് ടേബിളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. എയ്തർ 1, ഏതെങ്കിലും ഒരെണ്ണം 1 ആണെങ്കിൽ നമുക്ക് 1 കിട്ടും. അപ്പൊ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഇങ്ങനെയാണ് വർക്ക് ആകുന്നത്. നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പോഴത്തേക്ക് ഇത് രണ്ടുമേ ചെയ്യുള്ളൂ. ഇത് രണ്ടും ആയിരിക്കും എഴുതുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് 63 ആയിട്ട് കിട്ടും. ഇന്റേണലി സംഭവിക്കുന്നത് ഇതാണ് എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഈ ബൈനറി ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയത്. അടുത്ത ബിറ്റ് വൈസ് എക്സോർ ഓപ്പറേറ്റർ. 23, 56 സെയിം വാല്യൂ എടുത്തു. വാല്യൂ 1 എക്സോർ വാല്യൂ 2. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 23 എക്സോർ 56. 23യുടെ ബൈനറി എടുത്തു, 56ന്റെ ബൈനറി എടുത്തു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് 1 and 0, 1 XOR 0യും 0 XOR 1ഉം, 0 XOR 1 ഇത് രണ്ടിനും ഔട്ട്പുട്ട് 1 ആയിരിക്കും. 1 XOR 1ഉം 0 XOR 0യും ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ 1 and 0യ്ക്ക് 1 കിട്ടിയിട്ടുണ്ട്. സെയിം സംഭവങ്ങളാണ് ഇവിടെ വരുന്നത്. 1 and 1 കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട്. അതിന് നമുക്ക് 0 വരുന്നുണ്ട്. 0 and ബാക്കിയെല്ലാം 1 വരുന്നുണ്ട്. ഇതിന്റെ ഡെസിമൽ എന്ന് പറയുന്നത് 47 ആണ്. ഇനി ബിറ്റ് വൈസ് നോട്ട് ഓപ്പറേറ്റർ. അപ്പൊ വാല്യൂ 1 23 ഉണ്ട്. നോട്ട് വാല്യൂ 1 എന്ന് എഴുതി കഴിഞ്ഞാൽ 23യുടെ ബൈനറി എടുക്കും. അതിനകത്തുള്ള 1 എല്ലാം 0 ആക്കും, 0 എല്ലാം 1 ആക്കും. അപ്പൊ ശരിക്കും 23യുടെ ബൈനറി എന്ന് പറയുന്നത് 0 1 0 1 1 1 എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ നോട്ട് എടുക്കുകയാണെങ്കിൽ ഈ 1 ഇവിടെ 0 ആയി. അപ്പൊ 3 0 ആയി. അടുത്ത ഈ 0 ഇവിടെ 1 ആയി. ഈ 1 ഇവിടെ 0 ആയി. ഈ 0 ഇവിടെ 1 ആയി. സോ വാട്ട് എവർ ഇറ്റ് ഈസ് അതിന്റെ കോംപ്ലിമെന്റ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് നമുക്ക് 40 ആയിരിക്കും കിട്ടുക. ഇനി ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. ഇൻറ്റു വാല്യൂ ഇസ് ഈക്വൽ ടു 23. ഇതിന്റെ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ, അതായത് വാല്യൂ ലെഫ്റ്റ് ഷിഫ്റ്റ് 1, ഒരു സ്പേസ് ഷിഫ്റ്റ് ചെയ്യാനാണ്. 2 സ്പേസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 1ന് പകരം 2, 3 സ്പേസ് ആണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ 3 എന്ന് എഴുതണം. അപ്പൊ ഇവിടെ ഞാൻ 1 ആണ് എഴുതിയിരിക്കുന്നത്. 23യുടെ ഷിഫ്റ്റ് 1 23 ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ബൈനറി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 8 ബിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കാര്യം ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഏതാണെങ്കിലും 8 ബിറ്റ് വെച്ചിട്ടായിരിക്കണം. അപ്പൊ ഈ 1 0 1 1 1 നേരത്തെ എഴുതിയിരുന്നു. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റില് വാല്യൂസ് ഒന്നുമില്ല, അത് 0 നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ലെഫ്റ്റിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു പൊസിഷൻ. അപ്പൊ റിസൾട്ട് എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 1, അതായത് ഇങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. ഒരു പൊസിഷൻ ഷിഫ്റ്റ് ആവുമ്പോഴത്തേക്ക് ലെഫ്റ്റില് 0 വരും. ഇവിടുള്ള 1, this 1 will come here. ഈ 1 ഇവിടെ വരുന്നു, ഈ 1 ഇങ്ങോട്ടേക്ക് വരുന്നു. എല്ലാം ഓരോ പൊസിഷൻ ഷിഫ്റ്റ് ആവുന്നു. 0 ഇവിടെ എത്തി, ഈ 1 ഇവിടെ എത്തി. ഇവിടെ 3 0 ഉണ്ടായിരുന്നു, ഇവിടെ ഇനി 2 0 ഉള്ളു. കാരണം ഈ ഒരു 0 ഇവിടെ എത്തി, ഈ ഒരു 0 ഉണ്ട്. ഈ 0 എലിമിനേറ്റ് ആയി, ഇവിടുന്ന് 0 ഫിൽഡ് ആയി. 23യെ ഒരു തവണ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 46 എന്നുള്ളത്
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം 23യെ ലെഫ്റ്റിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻറ്റു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വലന്റ് ആണ്, ദാറ്റ് ഈസ് 46. ഇനി റൈറ്റ് ഷിഫ്റ്റ് നോക്കാം. 23 സെയിം വാല്യൂ തന്നെ, റൈറ്റ് ഷിഫ്റ്റ് 1 ആണ്. വാല്യൂ മാറി, ഇങ്ങനെയാണ് എഴുതേണ്ടത്. സോറി ഫോർ ദാറ്റ്. റൈറ്റ് ഷിഫ്റ്റ് 1 ആണ് 23. അപ്പൊ ഇവിടെ 23 എഴുതിയിരിക്കുകയാണ്. അപ്പൊ സംഭവിക്കുന്നത് എന്താണ്, ഇവിടുന്ന് ഒരു 1 പോയി, ഈ 1 ഇവിടെ വന്നു, ഈ 1 ഇവിടെ വന്നു, ഈ 0 ഇവിടെ വന്നു, 1 0 0 0, ഇവിടെ ഒരു 1 ഫില്ലായി. അപ്പൊ 1 0 0 1 വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ഷിഫ്റ്റിലേക്ക് ചെയ്തപ്പോഴത്തേക്ക് 11 വന്നു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന്റെ റിസൾട്ട് ആണ് വന്നതെങ്കിൽ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് വരുന്നതിന്റെ റിസൾട്ട് ആണ് വന്നിരിക്കുന്നത്. 0.5 ഇറ്റ് ഈസ് ഗോട്ട് ട്രങ്കേറ്റ്. 11.5 ആണ് ആക്ച്വലി വരേണ്ടത്. 0.5 ട്രങ്കേറ്റ്. ബിറ്റ് വൈസ് ഓപ്പറേറ്ററും നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും ആണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും മനസ്സിലാക്കിയിട്ടുണ്ട്, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സും മനസ്സിലാക്കിയിട്ടുണ്ട്, ആൻഡ് ഓർ ഓപ്പറേറ്റേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട്. ലോജിക്കൽ ഓപ്പറേറ്ററിൽ ഡബിൾ ആംബർസെന്റ് സിമ്പിൾ ആണ് ലോജിക്കൽ ആൻഡിന് എഴുതുന്നതെങ്കിൽ ബിറ്റ് വൈസിനകത്ത് സിംഗിൾ ആംബർസെന്റ് സിമ്പിൾ ആയിരിക്കും എഴുതുന്നത്. ഐഡന്റിഫയേഴ്സ് ഫോർ അതർ എലിമെന്റ്സ് ഇനിയും നമ്മൾ പഠിക്കാനുള്ളത് നേരത്തെ നമ്മൾ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഐഡന്റിഫയേഴ്സ് ഉണ്ട്, ഫംഗ്ഷന്റെ യൂണിയന്റെയും സ്ട്രക്ചേഴ്സിന്റെയും. ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പിലേക്ക് അസൈൻ ചെയ്യുമ്പം എന്ത് ചെയ്യണം എന്നുള്ളത് ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. ഇനി 1-2 സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സും കൂടെ, 2 ഓപ്പറേറ്റേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അപ്പം ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ മെയിൽ ഐഡിയിലേക്ക് അത് മെയിൽ ചെയ്യാം, pramodasdas@gmail.com. താങ്ക് യു.